ഈ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം നിങ്ങളിപ്പോൾ ഈ ഒരു മാസത്തിൽ ഉണ്ടാക്കിയ അത്രയും പുകില്, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ അവരുണ്ടാക്കിയില്ലല്ലോ. പൊതുജനങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവസരങ്ങൾ തന്നിട്ടും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ടീച്ചറെ, ജൂൺ 15 മുതൽ എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇല്ല. ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ. അതറിയാലോ എല്ലാവർക്കും. അല്ലാതെ സൂപ്പർ ഫാസ്റ്റിലും ഫാസ്റ്റ് പാസഞ്ചറിലും ലിമിറ്റഡ് സ്റ്റോപ്പിലും ഒന്നുമില്ല. ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ KSRTC ബസ്സിൽ. അല്ല, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൂപ്പർ ഫാസ്റ്റിലും എക്സ്പ്രസ്സിലും സൂപ്പർ എക്സ്പ്രസ്സിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് വിചാരിച്ചു? അതങ്ങനെ വിചാരിക്കുന്നത് ഭയങ്കര മണ്ടത്തരമല്ലേ? KSRTC ബസ്സിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കുന്നു പറയുമ്പോൾ അതിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അതിനാണല്ലോ സാമാന്യ ബോധം, സാമാന്യ ബുദ്ധി എന്നൊക്കെ പറയണത്. ഗവൺമെന്റിനെ കുറ്റം പറയാന്നുള്ളതല്ലാതെ ഇതിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടോ നടത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ലല്ലോ കുറ്റം പറയണത്. ടീച്ചർ ഇത് പറയണ കേട്ടാ തോന്നുകയെ, നിങ്ങൾ 10 വർഷം ഭരിച്ചപ്പോൾ എല്ലാ സ്ത്രീകൾക്കും എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര ഉണ്ടായിരുന്നു. അതിപ്പോൾ ഭരണം മാറിയപ്പോൾ അതൊക്കെ എടുത്തു മാറ്റി ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രതിഷേധം അറിയിക്കാനാണെന്നാണ് സാധാരണ ഇതിങ്ങനെ പറയണ കേട്ടാൽ വിചാരിക്കുക. അങ്ങനെയൊന്നുമല്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിച്ചു പോലും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വെറുതെ ഇങ്ങനെ തള്ളി 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 അതിപ്പോൾ മെഡിക്കൽ ഫീൽഡിലായാലും ഒരുപാട് കാര്യങ്ങൾ ഈ തള്ളൽ മാത്രമായിരുന്നു. ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, കേൾക്കാൻ പറ്റും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉത്തരം പറഞ്ഞിരുന്നു വികസനം വികസനം എന്ന് പറഞ്ഞത്. അവർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കി വരട്ടെ. ഇത് വേണ്ടാതെ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ ശ്രമിക്കുന്നത്? അതൊന്നും നടപ്പിലാക്കാൻ ശ്രമിക്കട്ടെ. എന്തായാലും നിങ്ങളെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ലല്ലോ. വോട്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണെങ്കിൽ അത് വോട്ട് കൊടുത്തവരും അവരും തമ്മിലാവട്ടെ. നിങ്ങൾ എന്തായാലും വോട്ട് കൊടുത്തിട്ടില്ലല്ലോ, നിങ്ങളുടെ വോട്ട് എന്തായാലും കൈപ്പത്തിക്ക് കൊടുത്തിട്ടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങളെക്കാൾ ക്രിയാത്മകമായിട്ട് ഈ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ എന്തെല്ലാമാണോ അത് അവരുടെ ഈ 5 വർഷത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം നിങ്ങളിപ്പോൾ ഈ ഒരു മാസത്തിൽ ഉണ്ടാക്കിയ അത്രയും പുകില്, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ അവരുണ്ടാക്കിയില്ലല്ലോ. പൊതുജനങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവസരങ്ങൾ തന്നിട്ടും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ടീച്ചറെ, ഇതെനിക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും. കാരണം 5 വർഷം ടീച്ചർ മന്ത്രിയായിരുന്ന സമയത്ത് ടീച്ചർ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ പ്രചരണം ഉണ്ടായിരുന്നു. ശരി, അതങ്ങനെ ആകട്ടെ. പിന്നീട് എന്തുകൊണ്ട് അടുത്ത 5 വർഷം ടീച്ചറെ മത്സരിപ്പിച്ചില്ല? എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? ടീച്ചർ ആലോചിക്കാതിരിക്കുമൊന്നുമില്ലല്ലോ. ടീച്ചർക്ക് ബുദ്ധിയൊക്കെ ഉള്ള ആളല്ലേ. പിന്നീട് വന്ന ആൾ എന്താണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഈ മോണാക്റ്റും മെമിക്രിയൊക്കെ കാണിച്ചു എന്നല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയോ? ഇപ്പം അവരും വീട്ടിലിരിക്കുകയല്ലേ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് 35 സീറ്റിൽ ഒതുങ്ങിയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ടീച്ചർക്ക് ഇല്ലാതെ ഒന്നുമല്ലല്ലോ. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ 35 എന്നുള്ളത് അടുത്ത തവണ 15ലേക്ക് ആക്കാനായിട്ട് എന്തിനാ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് 18 വയസ്സുണ്ടായിരുന്ന സമയത്തുള്ള ബുദ്ധിയല്ല ഇപ്പോഴത്തെ 18 വയസ്സുകാർക്കുള്ളത്. അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി കൂടുതലുണ്ട്. ഒരു പുതിയ മന്ത്രിസഭ വന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് എത്ര സമരങ്ങളും എത്ര പ്രക്ഷോഭങ്ങളും നിങ്ങളും നിങ്ങളുടെ നേതാക്കളും SFIയിലെ പിള്ളേരെയും നിങ്ങളുടെ തന്നെ യുവജന സംഘടനയായ DYFIക്കാരെ കൊണ്ട് നടത്തിച്ചു. ഇപ്പോഴും എന്തെല്ലാം നിങ്ങളുടെ അണിയറയിൽ പ്ലാനിങ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത് ഭരണമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. വഴിതടയൽ, ഹർത്താൽ, പ്രക്ഷോഭങ്ങൾ, തെറിവിളി. ഈ തെറിവിളിയാണ് ഏറ്റവും പ്രധാനം. തെറിവിളി, വെല്ലുവിളി ഇത് നിങ്ങളുടെ അജണ്ടയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇനി നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാലം മാറി കഥ മാറി എന്നൊരു പാട്ടുണ്ട് ടീച്ചർ കേട്ടിട്ടുണ്ടാവും. ടീച്ചറോട് മാത്രമല്ല കേട്ടോ പറയണത്. ഇതിപ്പോൾ ഒരു പാർട്ടിക്കാരുടെ അടുത്തല്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഏത് പാർട്ടിക്കും ഇത് ബാധകമാണ്.